ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബാജിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ നമുക്കൊരു ബാജിക്കറി ഉണ്ടാക്കാൻ നോക്കാം. പൂരിയുടെ കൂടെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ബാജിക്കറിയും പൂരിയും. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എങ്ങനെയാണ് ആ ബാജിക്കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു ബാജിക്കറി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടാ. തേങ്ങാപ്പാലെല്ലാം ഇട്ടിട്ടുള്ള ഒരു ബാജിക്കറി. അപ്പോൾ എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ ഇത്. ചെറുപ്പത്തിൽ നമ്മൾ വീട്ടിൽ പൂരിയെല്ലാം ഉണ്ടാക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പൂരിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കറിയാണ് കേട്ടോ ഇത്. ഏറ്റവും ഈസി ആയിട്ട് ഇന്ന് പലതരത്തിൽ നമുക്ക് ബാജിക്കറി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കടുകെല്ലാം ഇട്ട് ഉഴുന്നുപരിപ്പെല്ലാം ഇട്ട് അങ്ങനെയും ഞാൻ ബാജിക്കറി ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ്. പക്ഷെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ അതുപോലെ ഉണ്ടാക്കിയാലും ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഇതിന് പ്രത്യേക രസമാണ്. തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ടുള്ള ഒരു ബാജിക്കറി. അപ്പോൾ ഈസിയാണ്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം വെച്ചാൽ ഉരുളക്കിഴങ്ങ്, ചെറുതായിട്ട് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ്, ഒരു ഉള്ളി, സവാള, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പച്ചക്കറി ആയിട്ട് വേണ്ടത്. ഇനി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ വേണ്ടൂ. പിന്നെ തേങ്ങേനെ പാലെടുക്കണം. തേങ്ങ പാലിലാണ് നമ്മൾ ഈ ബാജിക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ ലാസ്റ്റ് ബാജിക്കറി ആയി വരുന്ന സമയത്ത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും വേണം. പിന്നെ വെളിച്ചെണ്ണ. ഇപ്പോൾ നമ്മൾ പച്ചക്കറി എങ്ങനെ വേവിക്കുന്നത് വെച്ചാൽ ഞാൻ കുക്കറിലാണ് കേട്ടോ പച്ചക്കറി വേവിക്കുന്നത്. എന്നാൽ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ബാച്ചിലേഴ്സിനെല്ലാം ആക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ബാജിക്കറി ആക്കാം. ആദ്യം തന്നെ നമ്മൾ കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പച്ചക്കറിയും ഇട്ട് കൊടുക്കുക. പച്ചക്കറി ഇട്ട് കൊടുത്തിട്ട് അതിൽ ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം കഷ്ണങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാ, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഞാനൊരു ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാജിക്കറി ആക്കിയെടുക്കാം. ആ ടൈമിന് നമുക്ക് തേങ്ങാപ്പാൽ എടുത്തു വെക്കാം. നമ്മൾ ബാജിക്കറിക്ക് വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കണമെങ്കിൽ ഉടച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ കറിക്ക് നല്ലൊരു മുഴുപ്പ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ തേങ്ങാപ്പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ 1-ാം പാല് 2-ാം പാലായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒറ്റ പാലായിട്ട് എടുത്തിട്ടുള്ളൂ. 2 പിടി തേങ്ങ എടുക്കുക. മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കറക്കി എടുക്കുക. എന്നിട്ട് അതിന്റെ പാല് എടുത്തതാണേ. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നല്ലോണം തിളച്ച് വരട്ടെ കേട്ടാ. കറിയൊന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ ബാജിക്കറി ഇടാം. വെള്ളം വറ്റി നന്നായിട്ട് കുറുകിയ ഫോമിൽ എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാനായിനി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഒരു ടച്ച് പോലെ, നമുക്ക് ബാജിക്കറിക്ക് ഇത് വറുത്തൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇതൊരു നമ്മളെ നാടൻ രീതിയിലുള്ള ഒരു ബാജിക്കറിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ടച്ച് പോലെ ഒരു പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ആ കറിവേപ്പിലയും പച്ചമുളക് ഇടുമ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കേ ഉള്ളൂ ഈ കറിക്ക്. അപ്പൊ നമുക്ക് പച്ച വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം. സാധാരണ വെളിച്ചെണ്ണ ഒന്ന് ലാസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വെച്ചാൽ ആ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഒന്നിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ബാജിക്കറി ഇവിടെ റെഡിയായി കേട്ടോ. എങ്ങനെയുണ്ട്? ഈസി അല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കടുക് പൊട്ടിക്കണ്ട, വഴറ്റണ്ട, ഉള്ളി അതൊന്നും വഴറ്റണ്ട. ഈസി ആയിട്ട് ഒരു ബാജിക്കറി. എല്ലാവർക്കും
ഉണ്ടാക്കാനും എളുപ്പം, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇത് നല്ല അപ്പത്തിന്റെ ഒപ്പരായാലും പൂരീന്റെ ഒപ്പരായാലും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഭാജിക്കറി ഉണ്ടാക്കാത്തവര് ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്യൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.